ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. മൂഷികൻ ബുദ്ധിമാനും ചടുലനുമായ ഒരു ജീവിയാണ്. നമ്മുടെ പ്രവൃത്തികളിൽ നാം ബുദ്ധിമാന്മാരും ഉത്സാഹം ഉള്ളവരുമായിരിക്കണം എന്നാണ് മൂഷികൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലാളിത്യത്തിൻ്റെ പ്രതീകമാണ് മൂഷിക വാഹനം. ഇത്ര വലിയ ശരീരമുള്ള ഗണപതി വളരെ ചെറിയ വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത് ജീവിതത്തിൽ ലാളിത്യം പുലർത്തേണ്ടതിനെ സൂചിപ്പിക്കുന്നു. ഒരു ചെറിയ മൂഷികന് എങ്ങനെ ഗണപതിയെപ്പോലെയുള്ള ഒരു വ്യക്തിത്വത്തെ തൻ്റെ പുറത്ത് കയറ്റിക്കൊണ്ടുപോകാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. മൂഷികൻ എന്നാൽ വെറും എലിയല്ല, അതൊരു പ്രതീകമാണ്. അജ്ഞതയാകുന്ന ഇരുട്ടിൽ സഞ്ചരിക്കുന്നതിനെയാണ് മൂഷികൻ അർത്ഥമാക്കുന്നത്. മൂഷിക വാഹനൻ അജ്ഞതയെ കീഴടക്കി ജ്ഞാനപ്രകാശത്തെ വെളിവാക്കുന്നവനാണ്. അതുപോലെ ഗണപതിയെ പ്രണവസ്വരൂപനായി കരുതുന്നു. പ്രണവമെന്നാൽ ഓംകാരം, ആദിമന്ത്രം, എല്ലാ മന്ത്രങ്ങളുടെയും ആദ്യാക്ഷരം. ബുദ്ധിപരമായ വിവേചനശക്തി ഒരുവൻ്റെ കഴിവോ ബലമോ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അവനെ സഹായിക്കുന്നു. അതില്ലെങ്കിൽ അത് വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിയില്ല. ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും യജമാനനാണ് ഗണപതി. ഹൃദയശുദ്ധിയും ഇന്ദ്രിയ നിയന്ത്രണവും നേടിയില്ലെങ്കിൽ ഒരാരാധനയ്ക്കും ഫലപ്രാപ്തി ഉണ്ടാകില്ല. അത്തരം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നവനാണ് ഗണേശൻ. ഇങ്ങനെ ഈ തത്വങ്ങളെല്ലാം അറിഞ്ഞു വേണം ഗണപതിയെ ആരാധിക്കുവാൻ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.